വിശുദ്ധ ബൈബിളിൽ യാക്കോബിനെ ഏശാവിനെയും കുറിച്ച് ദൈവം ഇങ്ങനെ അരുളി ചെയ്യുന്നു, ഞാൻ യാക്കോബിനെ സ്നേഹിച്ചു, ഏശാവിനെ ദ്വേഷിച്ചിരിക്കുന്നു എന്ന്. എന്നാൽ ബൈബിൾ പരിശോധിച്ചാൽ ദൈവം ഏശാവിന് ലോകപ്രകാരമുള്ള ഒരു നന്മയും മുടക്കിയിട്ടില്ല എന്ന് കാണാം. യാക്കോബ് മടങ്ങി വരുമ്പോൾ ഏശാവിനെ രമ്യതപ്പെടുത്തുന്നതിനായി സമ്മാനം നൽകുമ്പോൾ തനിക്ക് വേണ്ടുവോളം സമ്പത്തുണ്ട്, സമ്മാനം വേണ്ട എന്ന് ഏശാവ് പറയുന്നുണ്ട്. തുടർന്നുള്ള കാലങ്ങളിൽ ഏശാവിൻ്റെയും യാക്കോബിൻ്റെയും ഭൗതിക സമ്പത്തുക്കളുടെ ബാഹുല്യം ഉൾക്കൊള്ളുവാൻ കനാൻ ദേശത്തിന് കഴിയാതെ വന്നപ്പോൾ ഏശാവ് പുറപ്പെട്ട് സെയീർ പർവ്വതത്തിൽ താമസമാക്കി ഏതോ മുന്നൊരു പുതിയ രാജ്യം പണിതതായി കാണുന്നു. തൻ്റെ സന്തതി പരമ്പരകളായ രാജാക്കന്മാർ ആ ദേശം തുടർന്ന് ഭരിച്ചു വന്നിരുന്നതായി ബൈബിളിൽ കാണുന്നു. സെയീർ പർവ്വതം ഞാൻ ഏശാവിന് അവകാശമായി കൊടുത്തിരിക്കുന്നു എന്ന് ദൈവം പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഭൗതിക നന്മയും ദൈവം ഏശാവിന് മുടക്കിയിട്ടില്ല എന്ന് കാണുന്നു. പിന്നെ ദൈവം തിരഞ്ഞെടുത്ത യാക്കോബും ദൈവം നിരസിച്ച ഏശാവും തമ്മിൽ എന്താണ് വ്യത്യാസം? കുശവൻ്റെ കയ്യിലിരിക്കുന്ന കളിമണ്ണും പാടത്ത് കിടക്കുന്ന വെറും കളിമണ്ണും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് ഇവിടെയുള്ളത്. കുശവൻ്റെ കയ്യിലുള്ള കളിമണ്ണിനെ കുശവൻ തൻ്റെ ഹൃദയപ്രകാരം രൂപപ്പെടുത്തി അത് ചുട്ടെടുത്ത് തനിക്ക് ഉപയോഗമുള്ളൊരു മനോഹര പാത്രമാക്കി പണിതെടുക്കും. എന്നാൽ കയ്യിലെടുക്കാത്ത കളിമണ്ണിൻ്റെ മേൽ കുശവൻ ഒരു പ്രയത്നവും ചെയ്യുന്നില്ല. അത് വെറും കളിമണ്ണായി തൻ്റെ പറമ്പിൽ അവശേഷിക്കും. എന്തുകൊണ്ട് മൂത്തപുത്രനായ ഏശാവിനെ ദൈവം തിരഞ്ഞെടുത്തില്ല എന്ന് പരിശോധിക്കുമ്പോൾ ഇവർ ജനിക്കും മുൻപേ ഈ തിരഞ്ഞെടുപ്പ് ഉണ്ടായതായി വചനത്തിൽ കാണുന്നു. പക്ഷെ തുടർന്നുള്ള അവരുടെ ജീവിത മുഹൂർത്തങ്ങൾ പരിശോധിച്ചാൽ മുന്നുമേ എല്ലാം അറിയുന്ന ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് കൃത്യമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ജീവിതത്തിൽ ഒരിക്കലും ഏശാവ് ദൈവത്തോടുള്ള ഭക്തിയെ ഗൗരവത്തോടെ കണ്ടില്ല. കേവലം ഒരു പായസത്തിന് വേണ്ടി തൻ്റെ വിലയേറിയ ജ്യേഷ്ഠാവകാശം ഏശാവ് യാക്കോബിന് വിറ്റ് കളഞ്ഞതായി നാം ബൈബിളിൽ കാണുന്നു. കുടുംബത്തോടുള്ള ദൈവിക വാഗ്ദത്തങ്ങൾക്കുള്ള അവകാശം, പൗരോഹിത്യ ദൗത്യം തുടങ്ങിയ ജ്യേഷ്ഠപുത്രന് സവിശേഷതകൾ ഏറെയുണ്ടായിരുന്നു. ദൈവം മുൻപാകെ ഭക്തിയോട് അനുഷ്ഠിക്കേണ്ടുന്ന ദൗത്യങ്ങളേറെയുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം വളരെ നിസ്സാരമായി ഏശാവ് കണ്ടു. ഇതാണ് വന്ന പരാജയം. എബ്രായ ലേഖനത്തിൽ നമുക്കുള്ളൊരു മുന്നറിയിപ്പായി ഏശാവ് എന്താണ് ചെയ്തതെന്ന് വചനം വ്യക്തമാക്കുന്നു. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനായി തീരാതിരിപ്പാൻ കരുതിക്കൊള്ളുവീൻ. അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ച് കണ്ണുനീരോട് അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു, മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഏശാവ് ഭൗതിക നന്മകൾ വേണ്ടത്ര സമ്പാദിച്ചെങ്കിലും നിത്യത വെളിച്ചത്തിൽ നഷ്ടപ്പെട്ടു പോയതായി കാണുന്നു. ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി ആത്മീയ അനുഗ്രഹങ്ങൾ അലക്ഷ്യമാക്കരുതെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ജ്യേഷ്ഠാവകാശം വിട്ടുകളഞ്ഞതോടെ ദൈവത്തോടുള്ള സഹവർത്തിത്വമാണ് ഏശാവ് അലക്ഷ്യമാക്കി കളഞ്ഞത്. അപ്പോൾ ദൈവം ഏശാവിനെ തള്ളിക്കളയുകയല്ലായിരുന്നു. ഏശാവിൻ്റെ തിരഞ്ഞെടുപ്പുകൾ, തൻ്റെ മുൻഗണനകൾ ഒക്കെ ദൈവഹിതത്തിന് വിപരീതമായിരുന്നു. മുന്നമേ സകലവും അറിയുന്ന ദൈവം അത് മുന്നേ കൂട്ടി അരുളി ചെയ്തു എന്നേ ഉള്ളൂ. അഭക്തനായിരുന്ന ഏശാവിനെ ദൈവം പണിവാൻ തയ്യാറായില്ല. ദൈവകരങ്ങളിൽ പണിയപ്പെടാത്ത ഒരു വ്യക്തിയും ആത്യന്തികമായി രക്ഷ പ്രാപിക്കില്ല. ദൈവം നമ്മുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കില്ല. എന്നാൽ ദൈവിക നിയന്ത്രണത്തിലേക്ക് നമ്മെ സ്വമനസ്സാലെ ഏൽപ്പിച്ചു കൊടുത്താൽ ഓരോ നിമിഷവും ദൈവഹിതപ്രകാരം ശരിയായ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നതിന് ദൈവം നമ്മെ സഹായിക്കും. ഏശാവ് ഒരിക്കലും ദൈവഹിതം അന്വേഷിച്ചില്ല. അതുകൊണ്ട് തന്നെ ദൈവം ഏശാവിനെ പണിയുന്നതിന് തയ്യാറായില്ല. എന്നാൽ ഏശാവിൻ്റെ ഗോത്രത്തിൻ്റെ സമ്പൂർണ്ണ നാശത്തെക്കുറിച്ച് ഒബദ്യാവിൻ്റെ പ്രവചനം വളരെ വ്യക്തമായി പ്രവചിച്ചിരിക്കുന്നു. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, അന്ന് യാക്കോബ് ഗൃഹം തീയും ജോസഫ് ഗൃഹം ജ്വാലയും ഏശാവ് ഗൃഹം താളടിയുമായിരിക്കും. അവർ അവരെ കത്തിച്ച് ദഹിപ്പിച്ച് കളയും. ഏശാവ് ഗൃഹത്തിന് ഒരു ശേഷിപ്പുണ്ടാകുകയില്ല. യഹോവയല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. ഏശാവ് ഗൃഹത്തെ സമ്പൂർണ്ണമായി ദഹിപ്പിച്ച് കളയും, ഒരു ശേഷിപ്പുണ്ടാകുകയില്ല എന്ന് ദൈവം വ്യക്തമാക്കുന്നു. ശ്രദ്ധിക്കുക, ഭൗതികമായ ഒരു നന്മയും ഏശാവിന് ദൈവം നൽകാതിരുന്നില്ല. എന്നാൽ തൻ്റെ നിത്യരക്ഷ ഏശാവ് നഷ്ടമാക്കി കളഞ്ഞു. പ്രിയമുള്ളവരെ, ദൈവവചനം നമ്മോട് ഇടപെടുന്ന നിമിഷം പൂർണ്ണ മനസ്സോടെ നമ്മെ പണിയുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം നമ്മെ രൂപാന്തരപ്പെടുത്തും, ദൈവത്തിൻ്റെ പൈതലാക്കും. അല്ല എങ്കിൽ ഏശാവിനെ പോലെ ഈ ലോകത്തിലെ സമ്പത്തും പദവിയും ഒക്കെ ആഘോഷിച്ച് ഇവിടെ ജീവിക്കാം. നിത്യതയുടെ തീരത്ത് അവർ ഒരിക്കലും എത്തിച്ചേരില്ല. എല്ലാറ്റിൻ്റെ അവസാനം സമ്പൂർണ്ണമായൊരു നാശം മാത്രമേ അവർക്ക് പ്രതീക്ഷിക്കുവാനുള്ളൂ. ഏത് വേണമെന്ന് ഇന്ന് തീരുമാനിക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ.